നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ജനന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായിട്ടുള്ള നമ്മൾ അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. SIRമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മറ്റ് പല കാര്യങ്ങളിലും നമ്മൾ ചോദിക്കുന്ന രേഖയാണ് നമ്മുടെ ജനനം എവിടെയാണെന്ന് തെളിയിക്കുന്ന രേഖ. SIR പൗരത്വമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പുതിയ പാസ്പോർട്ട് എടുക്കൽ, അതുപോലെ തന്നെ കുട്ടികൾക്ക് ആധാർ കാർഡ് എടുക്കൽ എന്നിങ്ങനെ പല കാര്യങ്ങൾക്കും നമ്മുടെ നിർബന്ധമുള്ള രേഖയാണ് നമ്മുടെ ജനന സർട്ടിഫിക്കറ്റ്. നമ്മുടെ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക ആളുകൾക്കും ഇപ്പോൾ ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും. എന്നാൽ ജനന സർട്ടിഫിക്കറ്റ് എല്ലാം ഇപ്പോൾ ഓൺലൈനിൽ നിന്ന് ലഭിക്കുമെന്ന് നമുക്കറിയാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അതിനെക്കുറിച്ച് വളരെ വിശദമായി പറഞ്ഞിരുന്നു. അങ്ങനെ ഓൺലൈനിൽ നിന്ന് ലഭിക്കുന്ന ജനന സർട്ടിഫിക്കറ്റ്, അതില്ലെങ്കിൽ നമ്മുടെ കൈവശമുള്ള ജനന സർട്ടിഫിക്കറ്റിൽ നമ്മുടെ പേര് ഇംഗ്ലീഷിൽ മാത്രം രേഖപ്പെടുത്തത്, മലയാളത്തിൽ രേഖപ്പെടുത്താത്തത്, അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കളുടെ പേര് ഇംഗ്ലീഷിൽ മാത്രം രേഖപ്പെടുത്തി മലയാളത്തിൽ രേഖപ്പെടുത്താത്തത്, അതുമല്ലെങ്കിൽ ചില ജനന സർട്ടിഫിക്കറ്റിൽ പേര് രേഖപ്പെടുത്തിയിട്ടില്ല എന്നുണ്ടാവർ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് തിരുത്താൻ സാധിക്കുക? പ്രത്യേകിച്ചും പ്രവാസികളായ ആളുകൾ, ഇപ്പോൾ നാട്ടിലില്ലാത്ത ആളുകൾ, അക്ഷയ കേന്ദ്രങ്ങളിലും മറ്റും പോയി വലിയ കാര്യങ്ങൾ ചെയ്യാൻ അറിയാത്ത ആളുകൾ എന്നിവർക്കെല്ലാം ഇപ്പോൾ ഓൺലൈൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് നമ്മുടെ വാട്സപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ തന്നെ കേരളത്തിലെ ഏത് പഞ്ചായത്ത് രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കറ്റാണ് നമ്മൾ ചെയ്തു തരും. അതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഏകദേശം 2000-ന് ശേഷം ജനിച്ച ആളുകൾക്കെല്ലാം ഹോസ്പിറ്റലിൽ നിന്നാണ് ജനിച്ചതെങ്കിൽ അവർക്ക് ഇപ്പോൾ നിലവിൽ ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മുടെ കൈവശമില്ലെങ്കിൽ പോലും നമ്മുടെ ജനനം ഹോസ്പിറ്റലിൽ നിന്നാണ് നടന്നതെങ്കിൽ അവർ അത് അക്കാര്യം രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് അത് ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പോൾ ഓൺലൈനിൽ നിന്ന് ജനന സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. K-SMART ആപ്ലിക്കേഷൻ വഴിയോ അല്ലെങ്കിൽ K-SMARTൻ്റെ വെബ്സൈറ്റ് വഴിയോ നമുക്ക് സിമ്പിളായി തന്നെ സൗജന്യമായി ജനന സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. എന്നാൽ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന ജനന സർട്ടിഫിക്കറ്റിൽ ഒരുപാട് തെറ്റുകളുണ്ട്. അത് നമ്മൾ കൊടുത്ത സമയത്തൊന്ന് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആവാം, അതല്ലെങ്കിൽ അവർ അത് ഓൺലൈനിൽ കയറ്റിയ സമയത്തൊന്ന് മിസ്റ്റേക്കുകൾ ഉണ്ടാവാം. പല ജനന സർട്ടിഫിക്കറ്റിലും നമ്മുടെ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ, അതുപോലെ തന്നെ സർനെയിം ആഡ് ചെയ്യാതിരിക്കൽ, മലയാളത്തിലുള്ള പേര് ഇംഗ്ലീഷിലോ ഇംഗ്ലീഷിലെ പേര് മലയാളത്തിൽ ഇല്ലാതിരിക്കൽ, മാതാപിതാക്കളുടെ ഇങ്ങനെയുള്ള പേരില്ലാതിരിക്കൽ, ഇങ്ങനെ പല തെറ്റുകളും അതിൽ കടന്നു കൂടിയിട്ടുണ്ട്. അങ്ങനെയുള്ള തെറ്റുകളെല്ലാം ഇപ്പോൾ നമുക്ക് ഓൺലൈൻ വഴി ചെയ്യാൻ സാധിക്കും. ഇത് ചെയ്യാൻ സാധിക്കാത്ത ആളുകൾക്ക് നമ്മുടെ വാട്സപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളിത് ഓൺലൈൻ ചെയ്ത് നിങ്ങൾക്ക് തരും. കേരളത്തിൽ എവിടെയുള്ള ആളുകൾക്കും നമുക്കിത് ഓൺലൈൻ ചെയ്യാൻ സാധിക്കും. അതിന് നിങ്ങൾ നേരിട്ട് നമ്മുടെ ഓഫീസിൽ വരണമെന്നോ അതല്ലെങ്കിൽ നമ്മൾ നേരിട്ട് കാണണമോ എന്നില്ല. നമ്മുടെ വാട്സപ്പ് നമ്പർ ലഭിക്കണമെങ്കിൽ താഴെ കാണിക്കുന്ന ഈ ജോയിൻ ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആദ്യം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം വരുന്ന ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മാസം 29 രൂപ നൽകി കഴിഞ്ഞാൽ, വെറും 29 രൂപ മാത്രമാണ് നമ്മൾ ഇതിന് ഈടാക്കുന്നത്. 29 രൂപ നൽകി കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ലഭിക്കും. നിങ്ങൾ ആ വാട്സപ്പിലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മളത് ഓൺലൈൻ വഴി ചെയ്ത് നിങ്ങൾക്ക് ശരിയാക്കി തരും. അതിൽ എന്തെല്ലാം കാര്യങ്ങൾ തിരുത്താൻ സാധിക്കുമെന്ന് നമുക്ക് ആദ്യം നോക്കാം. നിങ്ങളുടെ പേര് മലയാളത്തിലും ഇംഗ്ലീഷിലും കറക്റ്റായി തന്നെ സർനെയിമോട് കൂടി തന്നെ ആഡ് ചെയ്യൽ, മാതാപിതാക്കളുടെ പേര് സർനെയിമോട് കൂടി തന്നെ ആഡ് ചെയ്യൽ, നിങ്ങളുടെ ആധാർ നമ്പർ അതിൽ ചേർക്കൽ എന്നിങ്ങനെ പല കാര്യങ്ങളും ഇതിൽ നമ്മൾ ഓൺലൈൻ ചെയ്യാൻ സാധിക്കും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിലെ ജനനത്തീയതി നമുക്ക് മാറ്റാൻ സാധിക്കുകയില്ല. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഓൺലൈൻ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയുള്ള ആളുകൾ നമ്മളുമായി വാട്സപ്പിൽ ബന്ധപ്പെടുക, എങ്കിൽ നമ്മൾ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തരുന്നതാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ചെറിയ കുട്ടികളുടെ ജനന സർട്ടിഫിക്കറ്റ്. നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ ജനനം ഒട്ടുമിക്ക ആളുടെയും 99% ആളുടെയും ജനനം നടക്കുന്നത് ഹോസ്പിറ്റലിൽ നിന്നാണ്. നമ്മൾ ഏത് ഹോസ്പിറ്റലിൽ നിന്നാണ് ജനിക്കുന്നത് ആ ഹോസ്പിറ്റലിൽ നിന്നായിരിക്കും ഈ ജനനം രജിസ്റ്റർ ചെയ്യുക. ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പായി തന്നെ നമ്മൾ ഈ രേഖകളെല്ലാം നമ്മൾ ഹോസ്പിറ്റലിൽ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് പറ്റുന്ന പല തെറ്റുകളുമുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാതെയും നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് വാങ്ങി വീട്ടിൽ വരാനുള്ള സമയക്കുറവ് മൂലമല്ല നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഫോം ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുകയും നമ്മളത് അപ്രൂവൽ കൊടുക്കുകയും ചെയ്യും. പിന്നീട് നമുക്ക് തന്നെ നമ്മൾ ഇക്കാര്യം ശ്രദ്ധിക്കാതെയാവും. ഇങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ജനന സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ പേര് നമ്മൾ ഉറപ്പിച്ചിട്ടില്ലെങ്കിൽ അതിൽ ഇപ്പോൾ പേരിടാതിരിക്കുക. ഏതെങ്കിലും ഒരു പേര് കൊടുത്ത് പിന്നെ തിരുത്തനാട്ടിൽ നല്ലത് നമ്മൾ പേര് അതിൽ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. പിന്നീട് കുട്ടിയുടെ പേര് കൺഫേം ആയതിനു ശേഷം നമുക്കതിൽ പേര് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ മാതാപിതാക്കളുടെ പേര് കഴിവതും നിങ്ങളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് തന്നെ രേഖയായിട്ട് കൊടുക്കുക. നിങ്ങളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റിൽ എന്ത് പേരാണോ ഉള്ളത് അതേ പേര് തന്നെ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇങ്ങനെ അവർ ഹോസ്പിറ്റലിൽ നിന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അതിൽ പല സമയത്തും തെറ്റുകൾ സംഭവിച്ചേക്കാം.
ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ രേഖകളെല്ലാം കൊടുത്തതിന് ശേഷം അവർ അത് എൻ്റർ ചെയ്യുകയും ആ എൻ്റർ ചെയ്ത ഫോം നമുക്കൊന്ന് വെരിഫിക്കേഷൻ നൽകുകയും ചെയ്യും. ഈ വെരിഫിക്കേഷൻ ഫോം നമ്മൾ കൃത്യമായി തന്നെ പരിശോധിക്കുക. കുട്ടിയുടെ പേര് അതിൽ നൽകിയിട്ടുണ്ടെങ്കിൽ കുട്ടിയുടെ പേരിൻ്റെ കൂടെ സർനെയിം ആഡ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. മാതാപിതാക്കളുടെ പേരിൻ്റെ കൂടെ സർനെയിമും കാര്യങ്ങളും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ അതിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും കറക്റ്റായി തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ കൂടാതെ തന്നെ അതിൽ ടൈപ്പ് ചെയ്തെന്ന് ഉറപ്പുവരുത്തുക. നമ്മളുടെ അഡ്രസ്സ്, നമ്മുടെ ആധാർ നമ്പർ അടക്കമുള്ള കാര്യങ്ങൾ അതിൽ എൻ്റർ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ അവർക്ക് സൈൻ ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം അവർ അത് അവിടെ അപ്ലോഡ് ചെയ്യുകയും പ്രസവിച്ച് ഏകദേശം 10 ദിവസം 15 ദിവസം തന്നെ നിങ്ങൾക്ക് ജനന സർട്ടിഫിക്കറ്റ് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുകയും ചെയ്യാം. നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ജനിച്ച സ്ഥലം എവിടെയാണോ അവിടെയായിരിക്കും നമ്മുടെ ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുക. പല ആളുകളും ഓൺലൈനിൽ നിന്ന് തരുന്ന സമയത്ത് കിട്ടാത്തതിന് കാരണം അതാണ്. നമ്മളിപ്പോൾ താമസിക്കുന്ന പഞ്ചായത്തിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലോ ആയിരിക്കില്ല നമ്മുടെ ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുക. മലപ്പുറത്ത് താമസിക്കുന്ന ഒരാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നാണ് ആ കുട്ടിയുടെ ജനനം നടന്നതെങ്കിൽ കോഴിക്കോട് മുനിസിപ്പാലിറ്റി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമായിരിക്കും അവർക്ക് ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കുക. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് മാതാവിൻ്റെ പേര്, ജനനത്തീയതി ഇത് കറക്റ്റായി തന്നെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമായിരിക്കും ഈ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന സർട്ടിഫിക്കറ്റിൽ മേലധികാരിയുടെ ഒപ്പോ സീലോ ഒന്നിൻ്റെയും ആവശ്യമില്ല. നമുക്കിത് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതിൽ QR കോഡ് അടക്കമുള്ള സംവിധാനം ഉള്ളത് കൊണ്ട് തന്നെ അതിൽ സീലിൻ്റെയും മറ്റു കാര്യം ഒന്നിൻ്റെയും ആവശ്യമില്ല. നമുക്ക് വേണമെങ്കിൽ ഇത് തന്നെ എടുക്കാം. ഇങ്ങനെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് തെറ്റുകൾ നമുക്ക് മനസ്സിലാക്കാം. ജനസർട്ടിഫിക്കറ്റ് ഇപ്പോൾ നിലവിലുള്ള ആളുകളെല്ലാം ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പല ആളുടെയും ജനന സർട്ടിഫിക്കറ്റ് ചിലപ്പോൾ പേരിൻ്റെ കൂടെ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളുണ്ട്, അതുപോലെ തന്നെ സർനെയിം ആഡ് ചെയ്തിട്ടില്ല. ഇതും നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പുതിയതായി ജനന സർട്ടിഫിക്കറ്റ് എങ്ങനെ എടുക്കാമെന്നുള്ളതാണ്. നമ്മൾ മുകളിൽ പറഞ്ഞ പോലെ തന്നെ 2000 മുമ്പ് ജനിച്ച ആളുകൾക്കാണ്, പ്രത്യേകിച്ചും വീട്ടിൽ നിന്ന് ജനിച്ച ആളുകൾക്കാണ് ഇപ്പോൾ ജനന സർട്ടിഫിക്കറ്റ് ഇല്ലാത്തത്. ആധാർ കാർഡിലെ ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്താൻ അങ്ങനെ പല കാര്യങ്ങൾക്കും നമ്മുടെ ജനന സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ചോദിക്കുന്ന സമയത്ത് 30-40 വയസ്സുള്ള ആളുകൾക്ക് ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകൾക്കും ജനം രജിസ്റ്റർ ചെയ്യാം. കുറച്ച് ബുദ്ധിമുട്ടാണ് കാര്യങ്ങൾ. എന്നിരുന്നാൽ നമ്മളൊന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് ജനം രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ താമസിക്കുന്ന പഞ്ചായത്തിൽ നമ്മളൊരു അപേക്ഷ കൊടുക്കുക. നമ്മുടെ ജനം എവിടെയും രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് വാങ്ങണം. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു നോട്ടറി വക്കീലിനെ കണ്ട് ഒരു അഫിഡവിറ്റ് നമ്മൾ തയ്യാറാക്കണം. അതിനുശേഷം നമ്മുടെ വീട്ടിലുള്ള മറ്റങ്ങളുടെ എല്ലാം സ്കൂൾ സർട്ടിഫിക്കറ്റ് വെച്ച് നമ്മൾ ഒരു അപേക്ഷ കൂടി പഞ്ചായത്തിലേക്ക് കൊടുക്കുക. അതിനുശേഷമായിരിക്കും നമ്മുടെ ജനം രജിസ്റ്റർ ചെയ്യുക. കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, കുറച്ചധികം നടക്കേണ്ടി വരും. എന്നിരുന്നാലും ജനം രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതിലൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ എന്നാണോ ജനിച്ചത് ആ ജനിച്ച അന്ന് 18 വയസ്സ് പൂർത്തിയായ ആളുടെ സാക്ഷ്യപത്രം അടക്കം ഇതിൽ ആവശ്യമുണ്ട്. അതായത് നമുക്കിപ്പോൾ 70 വയസ്സുള്ള ഒരാളുടെ ജനം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ 90 വയസ്സുള്ള ഒരാളുടെ സത്യമൂലം ആവശ്യമുണ്ടാകും. അപ്പോൾ കുറച്ചധികം പ്രായമുള്ള ആളുകൾക്ക് ഇത് ചെയ്യാൻ സാധിക്കില്ല. 30-40 വയസ്സുള്ള ആളുകൾക്കാണ് ഇപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ചെയ്യാൻ സാധിക്കുന്നത്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ വാട്സപ്പിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓൺലൈൻ ചെയ്ത് തരുന്നതാണ്. നമ്മുടെ വാട്സപ്പ് നമ്പർ നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പർ ലഭിക്കും. അവിടെ നിന്ന് നിങ്ങൾക്ക് വാട്സപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓൺലൈൻ തിരുത്തണമെങ്കിൽ നമ്മൾ ഓൺലൈനിൽ തന്നെ തിരുത്തി തരും. അതല്ല അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രം മതിയെങ്കിൽ അങ്ങനെ നമ്മൾ നൽകുന്നതാണ്. അതിന് 29 രൂപയാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ ലഭിക്കാൻ നമ്മൾ ചാർജ് ഈടാക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.